ശ്രീമദ് ഭഗവത്ഗീത ധ്യാനം. നാരായണം നമസ്കൃത്യ നരം ചൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തതോ ജയമുദീരയേത്. നഷ്ടപ്രായേഷു ഭദ്രേഷു നിത്യം ഭാഗവത സേവയാ ഭഗവതേ ഉത്തമശ്ലോകേ ഭക്തിർഭവതി നൈഷ്ടകീ. മൂകം കരോതി വാചാലം പങ്കും ലംഘയതേ ഗിരിം യത്കൃപാതമഹം വന്ദേ പരമാനന്ദമാധവം. ശ്രീഗുരും ദീനതാരിണം ശ്രീചൈതന്യമീശ്വരം. ഓം അജ്ഞാനതിമിരാന്ധസ്യ ജ്ഞാനാഞ്ജനശലാകയാ ചക്ഷുരുന്മീലിതം യേന തസ്മൈ ശ്രീഗുരവേ നമഃ. നമഃ ഓം വിഷ്ണുപാദായ കൃഷ്ണപ്രേഷ്ഠായ ഭൂതലേ ശ്രീമതേ ഭക്തിവേദാന്ത സ്വാമിന്നിധി നാമിനേ. നമസ്തേ സാരസ്വതേ ദേവേ ഗൗരവാണി പ്രചാരിണേ നിർവിശേഷ ശൂന്യവാദി പാശ്ചാത്യദേശതാരിണേ. ജയ ശ്രീകൃഷ്ണ ചൈതന്യ പ്രഭു നിത്യാനന്ദ ശ്രീ അദ്വൈത ഗദാധര ശ്രീവാസാദി ഗൗരഭക്തവൃന്ദ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ കൃഷ്ണ ഹരേ ഹരേ, ഹരേ രാമ രാമ ഹരേ ഹരേ. ഭഗവത്ഗീത യഥാരൂപം. അധ്യായം 11. വിശ്വരൂപം. ശ്ലോകം 52, പേജ് നമ്പർ 617. ശ്രീഭഗവാനുവാച സുദുർദർശമിദം രൂപം ദൃഷ്ടവാനസി യന്മമ ദേവ അപ്യസ്യ രൂപസ്യ നിത്യം ദർശനകാംക്ഷിണഃ. പദാനുപദം. ശ്രീ ഭഗവാനുവാച, ശ്രീ ഭഗവാൻ പറഞ്ഞു, മമ എൻ്റെ, ഇദം ഈ, സുദുർദശം രൂപം ദർശിക്കുവാൻ അത്യന്തം പ്രയാസമുള്ള രൂപം, യത് ദൃഷ്ടവാൻ അസി യാതൊന്ന് നീ കണ്ടുവോ, ദേവാഃ അപി ദേവന്മാർ കൂടി, അസ്യ രൂപസ്യ ഈ രൂപത്തിൻ്റെ, നിത്യം സതതം, ദർശനകാംക്ഷിണഃ ദർശനകാംക്ഷികളാകുന്നു. വിവർത്തനം. ഭഗവാൻ പറഞ്ഞു, പ്രിയ അർജുന, നീ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ ഈ രൂപം കാണുവാൻ ഏറെ പ്രയാസമുള്ളതാണ്. ദേവന്മാർ പോലും ഈ പ്രിയതരമായ രൂപത്തെ കാണുവാൻ അവസരം പാർത്തു കഴിയുന്നു. ഭാവാർത്ഥം. ഈ അധ്യായത്തിലെ 48-ാം ശ്ലോകത്തിൽ വിശ്വരൂപം കാണിച്ചതിനു ശേഷം കൃഷ്ണൻ പറയുന്നുണ്ട്, അനേകം സത്കർമ്മങ്ങളാലോ യജ്ഞാനുഷ്ഠാനങ്ങളാലോ നേടാവുന്നതല്ല ഈ ദർശനമെന്ന്. ഇവിടെ സുദുർദർശം എന്ന് പറയുന്നത് ദ്വിഭുജനായ കൃഷ്ണന്റെ സാധാരണ രൂപത്തെക്കുറിച്ചാണ്. അത് കൂടുതൽ ഗോപ്യമാണെന്നും ഈ ശ്ലോകം ധ്വനിപ്പിക്കുന്നു. തപസ്, വേദപഠനം, തത്വചിന്തനം ഇവയോടൊപ്പം അല്പം ഭക്തിസാധനയുമുണ്ടെങ്കിൽ കൃഷ്ണന്റെ വിശ്വരൂപം ദർശിക്കുവാൻ സാധിച്ചെന്നു വരാം. ഭക്തി ലേശമുണ്ടെങ്കിൽ മാത്രം എന്ന് പ്രസ്താവിച്ചു കഴിഞ്ഞു. എന്നാൽ ആ വിശ്വരൂപത്തിനുമതീതമായ കൃഷ്ണന്റെ ദ്വിഭുജ രൂപമാകട്ടെ കാണാൻ പ്രയാസമേറും. ബ്രഹ്മാവ്, ശിവൻ മുതലായ ദേവന്മാർക്കു പോലും എളുപ്പത്തിൽ ദൃശ്യമല്ല അത്. ഭഗവത് ദർശനത്തിന് ആഗ്രഹിച്ചുകൊണ്ടിരിക്കയാണ് അവരെല്ലാം. കൃഷ്ണൻ അമ്മയായ ദേവകിയുടെ ഗർഭത്തിലിരിക്കുമ്പോൾ ആ അദ്ഭുതം കാണാനായി
സർവദേവന്മാരും സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്നു എന്ന് ഭാഗവതത്തിൽ പറയുന്നുണ്ട്. അന്ന് അദ്ദേഹം ദൃഷ്ടിഗോചരനല്ലെങ്കിലും അവർ സ്തോത്രങ്ങളാൽ പുകഴ്ത്തി അവിടുത്തെ കാണാൻ കാത്തുനിന്നു. മൂഢന്മാർ കൃഷ്ണൻ വെറും മനുഷ്യനാണെന്ന് കരുതി പരിഹസിക്കും. പകരം അദ്ദേഹത്തിൻ്റെ അന്തർലീനമായ ഏതോ നിർഗുണ തത്വത്തെ ആദരിക്കും. അസംബന്ധത്തിൻ്റെ രൂപാന്തരങ്ങളാണിവയെല്ലാം. കൃഷ്ണന്റെ ദ്വിഭുജരൂപം കാണാൻ ആഗ്രഹിക്കുന്നവരാണ് ബ്രഹ്മാവും ശിവനും ഉൾപ്പെടെയുള്ള ദേവന്മാർ. അവജാനന്തി മാം മൂഢാ മാനുഷീം തനുമാശ്രിതം. ഭഗവത്ഗീത 9:11. തന്നെ അപഹസിക്കുന്ന മൂഢന്മാർക്ക് കൃഷ്ണൻ ദൃശ്യനല്ല. ബ്രഹ്മസംഹിതയും ഭഗവത്ഗീതയിൽ കൃഷ്ണൻ തന്നെയും തീർത്തു പറയുന്നത് പോലെ കൃഷ്ണന്റെ ശരീരം കേവലം ആധ്യാത്മികവും ആനന്ദമയവും ശാശ്വതവുമാണ്. അതൊരിക്കലും ഭൗതിക ശരീരം പോലുള്ളതല്ല. എന്നാൽ ഭഗവത്ഗീതയോ അതുപോലുള്ള വൈദിക ഗ്രന്ഥങ്ങളോ പഠിച്ചു കിട്ടുന്ന അറിവിലൂടെ നോക്കുന്നവർക്ക് ഒരു പ്രശ്നപുരുഷനാണ് കൃഷ്ണൻ. ഭൗതിക പ്രക്രിയയനുസരിച്ച് നോക്കുമ്പോൾ മഹാനായ ഒരു ചരിത്രൻ നായകനും പണ്ഡിതനായൊരു തത്വജ്ഞാനിയുമായി ഗണിക്കപ്പെടുന്നെങ്കിലും അദ്ദേഹം ഒരു സാധാരണ മനുഷ്യൻ തന്നെ. പ്രഭവശാലിയെങ്കിലും അദ്ദേഹത്തിന് ഭൗതിക ശരീരം സ്വീകരിക്കേണ്ടി വന്നു. ഇങ്ങനെ ചിന്തിക്കുന്നവരുടെ ഭൗതിക ദൃഷ്ടിയിൽ പരമസത്യം നിർഗുണമത്രേ. തൻ്റെ ആ നിർഗുണഭാവത്തിൽ നിന്ന് കൃഷ്ണൻ ഭൗതിക തത്വത്തിന് ചേരുന്നതായ ഒരു സഗുണരൂപം സ്വീകരിച്ചതായി അവർ കരുതുന്നു. ഭഗവാനെക്കുറിച്ചുള്ള ഭൗതിക നിഗമനമാണിത്. ചിലത് വെറും ഊഹാപോഹങ്ങളാണ്. ജ്ഞാനാന്വേഷികളും കൃഷ്ണനെപ്പറ്റി ഗവേഷണം ചെയ്യാറുണ്ട്. കൃഷ്ണനേക്കാൾ വിശ്വരൂപത്തിന് അവർ പ്രാധാന്യം നൽകുന്നു. അർജുനന്റെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ട കൃഷ്ണന്റെ വിശ്വരൂപം കൃഷ്ണരൂപത്തേക്കാൾ പ്രാധാന്യമർഹിക്കുന്നതാണെന്ന് ചിലർ വിചാരിക്കുന്നു. ഭഗവാന്റെ വ്യക്തിരൂപം അവർക്കൊരു ഭാവനാസൃഷ്ടി മാത്രം. അന്തിമ വിശകലനത്തിൽ പരമസത്യം ഒരു വ്യക്തിയാകാൻ വയ്യത്രേ. എന്നാൽ അതീന്ദ്രിയ പ്രക്രിയയെക്കുറിച്ച് ഭഗവത്ഗീത 4-ാം അധ്യായത്തിൽ വിവരിക്കുന്നുണ്ട്. പ്രാമാണികരിൽ നിന്ന് കൃഷ്ണനെപ്പറ്റി കേൾക്കുക. അതാണ് യഥാർത്ഥ വൈദിക പ്രക്രിയ. വൈദിക പരമ്പരയിൽപ്പെട്ടവർ പ്രാമാണികരിൽ നിന്ന് കൃഷ്ണചരിതങ്ങൾ കേൾക്കുന്നു. അങ്ങനെ ആവർത്തിച്ചുള്ള കഥാശ്രവണത്താൽ കൃഷ്ണൻ അവർക്ക് പ്രിയപ്പെട്ടവനായി തീരുന്നു. ഭഗവാൻ യോഗമായയാൽ ആവൃതമായിരിക്കുന്നുവെന്ന് മുൻപ് പറഞ്ഞുവല്ലോ. അദ്ദേഹത്തെ എല്ലാവർക്കും കാണാൻ കഴിയില്ല. ഭഗവാൻ സ്വയം ആർക്ക് പ്രത്യക്ഷനാകുന്നുവോ അയാൾക്ക് മാത്രമേ ദൃശ്യനാകുന്നുള്ളൂ എന്ന് വൈദിക സാഹിത്യം ഊന്നി പറയുന്നു. സ്വയം സമർപ്പിതമാകുന്ന ഒരു ജീവന് പരമസത്യം പ്രത്യക്ഷമാകും. ആധ്യാത്മിക പ്രവണതയുള്ളവർക്ക് നിരന്തരമായ കൃഷ്ണാവബോധം കൊണ്ടും ഭക്തിഭരിതമായ ഭഗവത് സേവനം കൊണ്ടും ദിവ്യദർശന ശക്തി ലഭിക്കും. കൃഷ്ണൻ പ്രത്യക്ഷനാകും. അങ്ങനെയുള്ള സാക്ഷാത്കാരം ദേവന്മാർക്കു പോലും ലഭ്യമല്ല. അതുകൊണ്ട് തന്നെ അവർക്കും കൃഷ്ണനെ തികച്ചും മനസ്സിലാക്കാൻ പ്രയാസമാണ്. ഉത്കൃഷ്ടരായ ദേവന്മാർ കൃഷ്ണന്റെ ദ്വിഭുജാകൃതി കാണാൻ ആഗ്രഹിച്ചു കഴിയുന്നു. കൃഷ്ണന്റെ വിശ്വരൂപം കാണാൻ സാമാന്യ ജനങ്ങൾക്ക് പ്രയാസമുണ്ട്. അതിലുമേറെ പ്രയാസമുള്ളതാണ് അദ്ദേഹത്തെ ശ്യാമസുന്ദരമൂർത്തിയായി കാണുന്നത് എന്ന് സാരം. ഹരേ കൃഷ്ണ.